കാപ്പുകാട് രാവിന്റെ ഇരുട്ട് ഭേദിച്ച് പ്രഭാതത്തിലേക്ക് നടന്നു തുടങ്ങി. ഉത്സവത്തിന്റെ പെരുമ്പറകൾ അകമ്പടിയില്ല. കാടിന്റെ വന്യ സൗന്ദര്യത്തിലൂടെയാണ് യാത്ര. തിരുവനന്തപുരം നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ കോട്ടൂർ കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രത്തിലെ രാവിലെകൾക്ക് സുപരിചിതമാണ് ഈ ആനക്കാഴ്ച. ആനകളെ സ്നേഹച്ചെങ്ങലകളാൽ മാത്രം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലം. കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ ആനകൾക്ക്, ആനക്കുട്ടികൾക്ക് ആശ്രയമായ ഒരു കേന്ദ്രം. ആനകൾ അവരുടെ ആവാസ വ്യവസ്ഥയിൽ, സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സ്ഥലം. അതാണ് കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രം. അപ്പം കുറച്ച് ആനക്കാര്യം കേട്ടാലോ. ാണ് വനം വകുപ്പ് കാപ്പുകാട്ടിൽ ഈ പുനരധിവാസ കേന്ദ്രം തുടങ്ങിയത്. കേരളത്തിലെ വനങ്ങളിൽ ഒറ്റപ്പെട്ടു പോയതോ പരിക്കു പറ്റിയതോ ജീവിക്കില്ലെന്ന് കരുതി ആനക്കൂട്ടം ഉപേക്ഷിച്ചതോ ആയ ആനകളാണ് ഇതെല്ലാം. ജീവൻ നിലനിർത്താൻ ഔഷധവും കാടിന്റെ സ്വാഭാവിക സ്നേഹവും നൽകി കാപ്പുകാട് ചേർത്തു പിടിച്ചവർ 17 പേരുണ്ട്. കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാടിന്റെ സ്വാഭാവികതയിൽ ആനയ്ക്ക് നിൽക്കാമെന്നുള്ളതാണ്. ഈ കാണുന്നത് പോലെ ഒരു കൂട്ടം ആനകളെ പാർപ്പിക്കുകയാണെങ്കിൽ ആ ഫെൻസിങ് ഏതാണ്ട് 5 ഏക്കറോളം വരുന്ന സ്ഥലത്തായിരിക്കും. ഇപ്പോൾ ഇതുപോലെ ഒരാന മാത്രമാണ് ഉള്ളതെങ്കിൽ ആ 1 ഏക്കർ സ്ഥലത്ത് ഈ കാണുന്ന കാട്ടിനകത്ത് ആനകൾക്ക് ഇഷ്ടം പോലെ നടക്കാം. ഇതിന് ആനകളെ പകൽ സമയങ്ങളിൽ പൂർണ്ണമായി തുറന്നു വിടുക, ചെയിൻ ഫ്രീ ആയിട്ട് തുറന്നു വിടുക എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രാവിലെയുള്ള ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് ഇവരെ ഇതിനകത്ത് കൊണ്ടുവന്ന്. അപ്പോൾ ഇത് എത്ര സ്ഥലം ഉണ്ടാവും? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ആനകളുടെ എണ്ണത്തിനനുസരിച്ച് പാർപ്പിക്കുന്ന എണ്ണം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ആണാനകൾക്ക്, മെയിൽ ആനകൾക്കാണെങ്കിൽ നമ്മൾ ഒരു സിംഗിൾ കൂടായിരിക്കും. അതിന് ഏകദേശം 1 ഏക്കർ മുതൽ 1.5 ഏക്കർ വരെയുള്ള സ്ഥലമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ആനകളെ നമ്മുടെ 2 or 3 എണ്ണത്തിന് നമ്മൾ കൂട്ടമായിട്ട് പാർപ്പിക്കുന്നതാണെങ്കിൽ അവർക്ക് വേണ്ടി 4-5 ഏക്കർ വരുന്ന എൻക്ലോഷറാണ്. ഇതിപ്പോ ഏത് ആനയ്ക്ക് വേണ്ടിയാണ്? ഇത് നമ്മുടെ സോമന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സോമന് നീരായതുകൊണ്ടാണ് ഇവിടുന്ന് സോമൻ നീരായതുകൊണ്ടാണ് അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഓരോ ആനകളെയും ഈ ഒരു ഏക്കറിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത സ്ഥലത്ത് പാർപ്പിക്കും. അതിന് തൊട്ടപ്പുറത്തേക്ക് മറ്റൊരു ആന. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല? എന്താണ് നമ്മുടെ ഈ മെയിൽസിനെ നമ്മൾ എപ്പോഴും സിംഗിൾ ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. മെയിൽസാണ് കൂടുതൽ പ്രശ്നക്കാർ. ബാക്കി ഫീമെയിൽസ് അങ്ങനെ അത്ര തമ്മിൽ പ്രശ്നങ്ങളില്ല. അതുകൊണ്ടാണ് അവരെ ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകുന്നത്. രാവിലെ ഇളം വെയിലേറ്റ് 5 കിലോമീറ്റർ നടത്തം. അത് കഴിഞ്ഞാൽ നീരാട്ടിനുള്ള സമയമാണ്. പ്രഭാത നടത്തമെല്ലാം കഴിഞ്ഞു. ഇനി കുളിക്കാനുള്ള പോക്കാണ്, അതിന്റെ തയ്യാറെടുപ്പുകളാണ് കാണുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാടിന്റെ ഒരു ആവാസ വ്യവസ്ഥ എന്നുള്ളതാണല്ലോ, എൻക്ലോഷർ ആണെങ്കിൽ പോലും. അപ്പോൾ ഇവരുടെ ഒരു ആരോഗ്യപരമായ കാര്യങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധയാണ്? ഇതിൽ മാനേജ്മെന്റൽ ആസ്പെക്റ്റ് ആണ് കൂടുതൽ വരുന്നത്. അതായത് റുട്ടീൻ ഉണ്ടാവും, ഒരു ഡയറ്റ് ഷെഡ്യൂൾ ഉണ്ടാവും. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ പാപ്പാൻ ഒരു ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആളാണ്. ഒരു റുട്ടീൻ ഉണ്ട് ആനയുടെ. ഇപ്പം നിങ്ങൾ രാവിലെ തൊട്ട് കണ്ടുവരുന്ന പോലത്തെ ആനയെ രാവിലെ നടത്തം, അത് കഴിഞ്ഞിട്ട് നടത്തം എല്ലാവർക്കും ഒരു വേണ്ട, ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണല്ലോ. അത്യാവശ്യമായിട്ട് വേണ്ട. നമ്മൾ ഓപ്പൺ എൻക്ലോഷറിൽ ചെയിൻ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആനയാണെങ്കിൽ പോലും നമ്മൾ രാവിലെ ഒരു നടത്തം കൊടുക്കാറുണ്ട്. ആനയുടെ മൊത്തം എന്തെങ്കിലും വേറെ കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അത് കൊടുക്കുന്നത്. ഇത് നടത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുളിപ്പിക്കലാണ്. കുളിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആനയെ വെള്ളത്തിൽ കിടത്തി പാപ്പാൻ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് 2 നേരം കുളിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു നേരമെങ്കിലും നമ്മൾ ഉരച്ച് കുളിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാപ്പാനും ആനയും തമ്മിലുള്ള ബോണ്ടിങ് ഉരച്ച് കുളിപ്പിക്കൽ എന്നാണ് വരുന്നത്. ആനയുമായിട്ടുള്ള പാപ്പാന്റെ ഏറ്റവും അടുത്ത് ചേർന്ന് അവർ നിൽക്കുന്നതും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും കൺവേ ചെയ്യുന്നതും അവർ ഈ ഉരച്ച് കുളിപ്പിക്കലിൽ കൂടെയാണ് അവരുടെ ബോണ്ടിങ് ഏറ്റവും കൂടുതൽ എസ്റ്റാബ്ലിഷ്. ഇവിടെ കൂടുതലും വരുന്ന ആനകൾ പരിക്കേറ്റ നിലയിലോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലോ ഒക്കെ വരുന്ന ആനകളാണ്. അപ്പോൾ അവർക്കുള്ള ഒരു പ്രത്യേക കെയർ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
അതായത് നമ്മുടെ ഈ ക്യാമ്പിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ക്യാമ്പിന്, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടിയാനെ വളർന്നു വന്ന ക്യാമ്പുകളിൽ ഒന്നാണ്. ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ കുട്ടിയാനും ഇവിടെ തന്നെ ചെറിയ പ്രായത്തിൽ വന്ന് അബണ്ടന്റ് ആയിട്ട് കിട്ടിയതാണ്. ഇത് ആനക്കൂട്ടം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, ആനക്കൂട്ടം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് കൂടുതൽ ഉപേക്ഷിക്കുന്നത്. ജനിതകമായിട്ടുള്ള തരാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആനക്കൂട്ടത്തിന് അത് സെൻസ് ചെയ്തിട്ട് ആനക്കൂട്ടം അത് ഉപേക്ഷിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിഫന്റ് മാനേജ്മെന്റിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മിൽക്ക് കൊടുത്ത് വളർത്തി കൊണ്ടുവരിക എന്നുള്ളത്. ആർട്ടിഫിഷ്യൽ ആയിട്ട് മിൽക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഡയറിയ, മറ്റു ബുദ്ധിമുട്ടുകളെല്ലാം വരും. അപ്പോൾ അതെല്ലാം മാനേജ് ചെയ്ത് നമ്മളൊരു 2 years വരെ ഒരു എലിഫന്റ് കാഫിനെ റെയർ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ഫുൾ ടൈം ഉള്ള ഒരാളുടെ 24/7 പണിയാണത്. അതെന്താണ് ഇതിപ്പം ആനയ്ക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ സ്മെല്ലാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. അപ്പോൾ അത് അവർക്ക് കൃത്യമായിട്ടുണ്ട്. എല്ലാവരുടെ സ്മെല്ലും കൃത്യമായിട്ട് അറിയാം. എൻ്റെ സ്മെല്ല് അറിയാന്നുള്ളതുകൊണ്ട് എന്നെ ജസ്റ്റ് തോണ്ടിയിട്ട് പോയത്. അപ്പോൾ അത് നന്നായിട്ട് അറിയാന്നുള്ളത് കൊണ്ടും ആന ആ ഒരു കമ്മ്യൂണിക്കേഷൻ തരുന്നതാണ്. ആനയ്ക്ക് നല്ലതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അനിമലാണ്. ആനകളെ അതിന്റെ സ്വാഭാവിക ചുറ്റുപാടിൽ കാണാനാകുമെന്നതിനാലാണ് വിദേശികൾക്കും കാപ്പുകാട് ഇഷ്ടകേന്ദ്രമാകുന്നത്. വളരെ അടുത്ത് സുരക്ഷിതമായി നിന്ന് ആനച്ചന്തം ആവോളം ആസ്വദിക്കാം. നെയ്യാറിലെ കുളിര് ഇവർക്കെല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ട് പാപ്പാന്മാരുടെ ഒറ്റ വാക്കുമതി, കിടന്നും തിരിഞ്ഞും കുളിച്ച് വൃത്തിയാകും. വരക്കെട്ട് നോക്കി ഉരച്ച് പൊടിമണ്ണ് കളയുന്ന സൂക്ഷ്മത പാപ്പാന്മാർക്കുമുണ്ട്. വെള്ളത്തിലേക്കെത്തിയാൽ ആനക്കൂട്ടം അവരുടെ വന്യമായ സ്വഭാവത്തിലേക്ക് മുങ്ങും. വികൃതി കാട്ടുന്നവരെ തിരികെ എത്തിക്കാൻ പാപ്പാന്മാർക്കും അറിയാം. ഈ കാപ്പുകാട് ആനപരിപാലന കേന്ദ്രത്തിൽ ആദ്യം എത്തിയ അതിഥികളിൽ ഒരാളാണ് അമ്മു. ബത്തേരി റേഞ്ചിൽ നിന്നാണ് അമ്മുവിനെ കിട്ടുന്നത്. പിന്നീട് കോടനാടേക്ക് കൊണ്ടുവന്നു. ഒരു കുഴിയിൽ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു അമ്മുവിനെ ലഭിച്ചത്. അങ്ങനെയാണ് ഈ വാലിൻ്റെ അറ്റത്തൊരു പരിക്കുണ്ട്, അത് മുറിഞ്ഞുപോയ അവസ്ഥയിലൊക്കെയാണ്. ഇപ്പോൾ ഏതായാലും കോട്ടൂർ ആനപരിപാലന കേന്ദ്രത്തിൽ വന്നിങ്ങനെ സുഖമായി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ആന സോമൻ. ആ സോമനെ പാർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കോട്ടൂർ ആനപരിപാലന കേന്ദ്രത്തിലാണ് എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ്. എന്താണ് ഈ സോമൻ്റെ ഒരു പ്രത്യേകതകൾ എന്താണ്? ഈ സോമൻ നമ്മുടെ 1969 ഇതിനെ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. കോന്നിയിൽ നിന്നാണ് ക്യാപ്ചർ ചെയ്തത്. അപ്പോൾ അതിനുശേഷം കോന്നിയിൽ തന്നെ ആയിരുന്നു. ഇത് 2017 കൂടിയൊക്കെയാണ് നമ്മുടെ ഈ ക്യാമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സോമൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ട്രെയിൻഡാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അത് സ്വന്തമായിട്ട് ചെയ്തോളും. അപ്പോൾ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴായാലും അതിന് ഒരുപാട് കമാൻഡിൻ്റെ ആവശ്യമില്ല. എന്താണ് സോമനുള്ള പ്രത്യേക ഒരു കെയർ? എന്താണ് സോമന് പ്രത്യേക കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ പല്ലിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രീ ഫോഡർ ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ട് പച്ചപ്പുല്ലാണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. അത് നമ്മൾ കൊടുക്കുന്നത് ഈ കട്ടിയുള്ള പുല്ലിന് പകരം അത്രയും ഹാർഡായിട്ടില്ലാത്ത പുല്ല് നമ്മൾ പ്രത്യേകം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ അവല് ഡെയിലി 3 കിലോ അവല് വിത്ത് ശർക്കര നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊരു സ്പെഷ്യൽ കെയറിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും 100 ഗ്രാം ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മസ്റ്റ് പീരീഡിലും അതുപോലെ തന്നെ നമ്മുടെ ചൂട് കൂടുന്ന സമയത്ത് നമ്മൾ തണ്ണിമത്തൻ കൊടുക്കുന്നുണ്ട്. സോമന്റെ ഒന്നാം പാപ്പാനാണ് ശശി. ഏറ്റവും പ്രായം കൂടിയ ആനയും ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ പാപ്പാൻ. ഞാൻ ഏറ്റവും പ്രായമുള്ള പാപ്പാനാണ്. 62 വയസ്സുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഈ മാപ്പാട് സമയത്ത് മാത്രമേ ഉള്ളൂ. എന്നെ ഓടിക്കത്തില്ല. എന്നെ ഇതുവരെ ഇന്നിപ്പം കൂടെ വന്ന പയ്യനെ ഓടിച്ചു എറിഞ്ഞ് ഭാര്യ എറിയുകയും മേളിയിരിക്കുന്നുണ്ട് ചവറൊക്കെ. ഇതൊക്കെ എറിയുക അവനെ ഓടിക്കുന്നതിനകത്ത് കയറ്റാതൊക്കെ വന്നു. അങ്ങനെയാണ് ഞാൻ ഇപ്പം അതിനെ കെട്ടിയാക്കുന്നത്. എന്നെ കയറ്റി ഫ്രണ്ട് മാത്രമേ നമ്മൾ ബന്ധു ചെയ്ത് കെട്ടിയിട്ടുള്ളൂ. ഫ്രണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കയറി. ബാക്ക് ഞാൻ പിന്നെ സ്വന്തമായിട്ട് എല്ലാം അഴിക്കാൻ കെട്ടുകയൊക്കെ ചെയ്യും. ഇതുവരെ എൻ്റെ അടുത്ത് ഇന്നുവരെ വേറെ പ്രശ്നമോ കാര്യങ്ങളോ അങ്ങനൊന്നുമില്ല. നല്ല ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ രീതിക്ക്, എൻ്റെ ഒരു രീതിക്കും അതിൻ്റെ ഒരു രീതിക്കും ഞാൻ അതിനെ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. തരാം. കുളി കഴിഞ്ഞാൽ ഭക്ഷണത്തിനുള്ള സമയം. അരിയും ഗോതമ്പും റാഗിയും മുതിരയും ചെറുപയറും അടങ്ങുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണം. ഭക്ഷണം കഴിഞ്ഞാൽ ചിട്ടകൾ മാറ്റിവെച്ച് ആനക്കൂട്ടത്തെ അവരവരുടെ വഴിക്ക് വിടും. കാട്ടിനുള്ളിൽ മണ്ണുവാരി എറിഞ്ഞും വികൃതി കാട്ടിയും ആനകൾ കാട്ടാനകളാകും. സ്ഥിരമായി നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെയും
സംരക്ഷണം ആവശ്യമായി വരുന്ന നാട്ടാനകളെയും പുനരധിവസിപ്പിക്കാനാണ് ഈ കേന്ദ്രം വിപുലീകരിച്ചത്. 105 കോടി രൂപയാണ് പദ്ധതി ചെലവ്. നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കാട്ടാനയുടെ ശല്യം മാക്സിമം കുറയ്ക്കുക. അതായത് നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ഏരിയയിൽ കാട്ടാന ശല്യം ഉണ്ടായിരുന്നു. 4 കിലോമീറ്റർ ലെങ്തിൽ നമ്മൾ ബൗണ്ടറി ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും കാട്ടാന ശല്യം കുറഞ്ഞു. പിന്നെ നമ്മൾ നമ്മുടെ നാട്ടാനയുടെ മെയിൻ്റെനൻസ് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കിവിടെ 50 ആന നിലനിർത്താനുള്ള ഫെസിലിറ്റി നമുക്കുണ്ട്. ആനകളിൽ കണ്ടുവരുന്ന മാരകമായ രോഗമാണ് ഹെർപ്പിസ്. പിടിപെട്ടാൽ 90% മരണനിരക്ക്. ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന ഹെർപ്പിസ് എന്ന അപൂർവ വൈറസ് കാപ്പുകാട്ടും ഭീഷണി ഉയർത്തി. ഇവർ അവിടെയും ഒരു പുതുചരിത്രം രചിച്ചു. ഇവിടെ നമുക്ക് ഹെർപ്പിസ് വന്നിട്ട് 2021 സമയത്ത് 2 എലിഫന്റ് കാഫ് നമുക്ക് ഡെത്തായി, 2 എലിഫന്റ് കാഫ് നമുക്ക് സർവൈവ് ആയി. കണ്ണനും ആമനയും 2 ആന. പിന്നെ ഒരു അഡൽട്ട് എലിഫന്റിന് ഹെർപ്പിസ് ഉണ്ടായിരുന്നു. ഹെർപ്പിസ് സർവൈവർ ആണ്. അഡൽട്ട് എലിഫന്റ് ഇപ്പോഴും ഉണ്ട്. ജയശ്രീ സർവൈവർ ആണ്. ഈ സർവൈവർ എലിഫന്റ്സ് എന്ന് പറഞ്ഞാൽ ഹെർപ്പിസ് ഒരിക്കൽ വന്നു പോയി കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് കാരിയേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിന് എന്തെങ്കിലും സ്ട്രെസ്സോ ബുദ്ധിമുട്ടോ വരുമ്പോഴത്തേക്ക് അത് വീണ്ടും വൈറസ് ഷെഡിങ് ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വൈറസിന്റെ ഷെഡിങ് ഉള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആനയെ മറ്റാനകളിൽ നിന്ന് ഈ ഹെർപ്പിസ് കാരിയേഴ്സിനെ മാറ്റി നിർത്തേണ്ടി വരും. നീരുകാലമായാൽ ആനകളെ പാർപ്പിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൂടാണിത്. ആന പിടിച്ചാലും പൊളിയാത്ത കൂട്. കാരണം ഇത് കമ്പകത്തിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കൂടാണ്. നീരുകാലമായാൽ ആനകളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കാം. ചങ്ങലകളില്ലാതെ ആനകൾക്ക് ഈ കൂട്ടിനുള്ളിൽ നിൽക്കാം എന്നുള്ളതാണ് പ്രത്യേകത. ഒപ്പം തന്നെ സന്ദർശകർക്ക് അവരുടെ പ്രിയപ്പെട്ട സോമനെ, റാണയെ, രാജയെ എല്ലാം നീരുകാലത്ത് പോലും ഒരു വേലിക്കെട്ടിനപ്പുറത്ത് നിന്ന് കാണാൻ കഴിയും. ആനവിശേഷങ്ങൾ അറിയാനും ആനയെ അടുത്തറിയാനും അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുങ്ങുന്നുണ്ട്. പദ്ധതി പൂർത്തിയാകുന്നതോടെ കാപ്പുകാട് ലോക നിലവാരത്തിലേക്ക് ഉയരും.